കോമൺ ആയിട്ട് കാണുന്ന ഒരു അറബിക് സ്വീറ്റാണ് ബക്ലാവ. സാധാരണ നമ്മൾ കാണുന്ന സ്വീറ്റ്സിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ബക്ലാവയ്ക്കുള്ളത്. അപ്പോൾ നമുക്ക് ബക്ലാവ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫിലോഡോ വെച്ചിട്ടാണ് ബക്ലാവയുടെ ക്രിസ്പി ലെയേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഫിലോഡോ ഷോപ്സിലൊക്കെ നോർമലി നമ്മൾ ഫ്രോസൺ സെക്ഷനിലാണ് കാണാറ്. യൂഷ്വലി നമ്മൾ കാണുന്ന ബക്ലാവയിലെല്ലാം ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പിസ്താഷ്യോ ആണ്. പിന്നെ നമ്മൾ ബക്ലാവ ലെയേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. ബട്ടർ നമ്മൾ നല്ലോണം മെൽറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. ഫിലോഡോ വളരെ തിന്നായിട്ടുള്ള ലെയേഴ്സാണ്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മളിത് ഫ്രീസറിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഏത് ട്രേ ആണോ നമ്മൾ ബക്ലാവ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആ ട്രേ വെച്ചിട്ട് ഫിലോഡോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിനി ബക്ലാവ ലെയേഴ്സ് സെറ്റ് ചെയ്യാം. മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്തിട്ടാണ് ഓരോ ലെയേഴ്സും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 500 ഗ്രാംസിൻ്റെ ബക്ലാവ പേസ്ട്രി ലീഫാണ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോരോ ലെയേഴ്സായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് തിക്നെസ് ഉണ്ടെങ്കിൽ ബക്ലാവ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ക്രിസ്പി ടെക്സ്ചർ നമുക്ക് ഫീൽ ആവത്തുള്ളൂ. ഞാനിവിടെ ഒരു 15 ലെയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തു. 15 ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള 15 ലെയേഴ്സാണ്. അപ്പോൾ ഇതിന് മേലേക്ക് നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള പിസ്താഷ്യോ സ്പ്രെഡ് ചെയ്യാം. പിസ്താഷ്യോ ക്രഷ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഫൈൻ പൗഡറായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അങ്ങനെ ക്രഷ് ആകുമ്പോഴത്തേക്കുമാണ് നമുക്കതൊരു ക്രഞ്ചി ടെക്സ്ചർ കിട്ടുക. പിസ്തയുടെ ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. നേരത്തെ സെറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഓരോ ലെയേഴ്സ് വെക്കുമ്പോഴും ബട്ടർ ഒന്ന് നല്ല യൂണിഫോം ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നോർമലി നമ്മൾ കാണുന്ന ഈ ബക്ലാവയിൽ പിസ്താഷ്യോ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ബക്ലാവയ്ക്ക് ഒത്തിരി വേരിയേഷൻസ് ഒക്കെ കാണാറുണ്ട്. അതായത് വാൽനട്ടും പിസ്താഷ്യോ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫില്ലിങ്സ് ഉള്ള ബക്ലാവയും നമ്മൾ യൂഷ്വലി കാണാറുണ്ട്. എല്ലാ ഫൈലോ ഷീറ്റ്സും സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബക്ലാവ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഡയമണ്ട് ഷേപ്പായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിലും കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെയേഴ്സ് വളരെ ക്രിസ്പി ആവും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ളൊരു ഷേപ്പിലേക്ക് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വൺസ് നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മെൽറ്റഡ് ബട്ടർ നമുക്കിതിന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ കാണുന്ന ബക്ലാവ ഡയമണ്ട് ഷേപ്ഡ് ആണ്. പക്ഷേ നമുക്ക് ഒത്തിരി ടൈപ്പ് ഓഫ് ബക്ലാവാസ് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ബക്ലാവ റോൾസ് ഉണ്ട്, സ്ക്വയർ ഷേപ്ഡ് ഉണ്ട്, നെസ്റ്റഡ് ബക്ലാവാസ് ഉണ്ട്. ഒത്തിരി വേരിയേഷൻസ് ഓഫ് ബക്ലാവ നമുക്കിപ്പോൾ കാണാൻ പറ്റും. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 20-25 മിനിറ്റ്സ് നമുക്ക് ബക്ലാവ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബക്ലാവ ബേക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളവും 1 കപ്പ് ഷുഗറും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു സ്ലൈസ് ഓഫ് ലെമണും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ്സ് നല്ലോണം ബോയിൽ ചെയ്ത ഷുഗർ സിറപ്പാണിത്. ഷുഗർ സിറപ്പ് ഒന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബക്ലാവ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ബ്രേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടോപ്പ് ലെയർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബക്ലാവയാണിത്. ബക്ലാവ ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ബക്ലാവ തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് ബക്ലാവ നനഞ്ഞു പോകും. ആ ക്രിസ്പി ടെക്സ്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ക്രഷ് ചെയ്ത പിസ്ത വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബക്ലാവ ഏകദേശം ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ ടെമ്പറേച്ചറിലായിട്ടുണ്ട്. സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെയേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ക്രിസ്പി ആയിട്ടുള്ള ലെയേഴ്സാണ്. ബക്ലാവ നമുക്ക് 2-3 ഡേയ്സൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി സ്വീറ്റാണ് ബക്ലാവ.